രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ പ്രതിസന്ധികളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ എല്ലാ നമ്മുടെ സാഹചര്യങ്ങളെയും കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായിട്ടില്ലെന്ന്. കേൾക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ, കേട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ രക്ഷിക്കുവാൻ നമ്മുടെ കരം, ദൈവത്തിന്റെ കരം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ കണ്ണുനീര്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദൈവത്തോടുള്ള നമ്മുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തിയാൽ, ദൈവത്തിന്റെ കരത്തിൽ കേട്ടാൽ, ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നത്തിനകത്ത് കർത്താവിന്റെ കരം ഇറങ്ങി വരും. അതുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. പലരുടെയും കൈ കുറുതായിരിക്കുമ്പോൾ, പലതിനും കൈയുണ്ടായിട്ടും കണ്ണുണ്ടായിട്ടും ചെവിയുണ്ടായിട്ടും ഒക്കെ അതൊക്കെ മൗനമായിരിക്കുമ്പോൾ, ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്നോട് ദൂത് സംസാരിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തിൽ, നിന്റെ പ്രതികൂലത്തിൽ, നീ കടന്നു പോകുന്ന ഈ അവസ്ഥക്കകത്ത് നിനക്ക് വേണ്ടി രക്ഷിക്കുന്ന ഒരു കരം ഇറങ്ങി വരികയാ. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കരം ഇറങ്ങി വരികയാ. ഏത് പ്രശ്നത്തിനകത്താണോ നീ ഭാരപ്പെടുന്നത്, ഏത് പ്രതിസന്ധിക്കകത്താണോ നീ വേദനിക്കുന്നത്, ആ സാഹചര്യത്തിനകത്ത് ദൈവത്തിന്റെ കരം നിന്നെ രക്ഷിക്കുവാനായി ഇറങ്ങി വരികയാണ്. പൗലോസും ശീലാസും ഹല്ലേലൂയ യാത്ര ചെയ്തു പോകുമ്പോൾ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന, തനിക്ക് തങ്ങളോട് വല്ലാതെ സംസാരിക്കുന്ന ഒരു വെളിച്ചപ്പാട് ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി അവരെ എതിരേറ്റു വരികയാണ്. ആമേൻ, ഹല്ലേലൂയ. എതിരേറ്റു വന്നിട്ട് ഇവരോട് വല്ലാത്ത നിലയിൽ സംസാരിക്കുന്നത് പോലെ ഇവരോട് മുഷിഞ്ഞ് തിരിഞ്ഞിട്ട് പറയുകയാണ്, ഇവളിലുള്ള ഭൂതത്തെ പുറത്താക്കി. പൗലോസിലുള്ള ഭൂതത്തെ പുറത്ത്. ഇത് കഴിഞ്ഞപ്പോൾ ആകപ്പാടെ പ്രശ്നമായി, അവിടെ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യമായി. പൗലോസിനെയും ശീലാസിനെയും പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിനകത്ത് തടവിലാക്കി. ഈ സാഹചര്യത്തിൽ കാരാഗ്രഹം പ്രമാണിയെ വളരെ സൂക്ഷ്മതയോടെ കാൽപ്പാൻ കൽപ്പിച്ചു. ഇങ്ങനെ കൽപ്പനയിട്ട് അതിനകത്ത് കിടക്കുമ്പോൾ രണ്ടുപേരും എന്ത് ചെയ്തു? ആ പ്രതിസന്ധിക്കകത്തും ആ പ്രതികൂലത്തിനകത്തും കരമടിച്ച് കർത്താവിനെ പാടി സ്തുതിക്കാൻ തുടങ്ങി. അതരങ്ങൾ തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഏത് പ്രതിസന്ധിക്കകത്താണെങ്കിലും, ഏത് സാഹചര്യത്തിനകത്താണെങ്കിലും ആരാധിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മനസ്സുണ്ടെങ്കിൽ, രക്ഷിപ്പാൻ നിനക്ക് വേണ്ടി കരമിറങ്ങി വരും. കരം കുറുതായി പോകത്തില്ല. കാരാഗ്രഹത്തിനകത്ത് രണ്ടുപേരും ഇരുന്ന് പാടി സ്തുതിക്കുകയാ. ഹല്ലേലൂയ. ആ സാഹചര്യത്തിനകത്ത്, കാരാഗ്രഹത്തിനകത്ത് അവർക്കൊരു വിടുതൽ വെളിപ്പെട്ടെങ്കിൽ, ഇന്ന് ഞാൻ പറയട്ടെ, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ നിനക്ക് വേണ്ടി കുറുതായി പോകത്തില്ല. നിന്റെ ഏത് പ്രശ്നത്തിനകത്തും, ഏത് സാഹചര്യത്തിനകത്തും, കാരാഗ്രഹത്തിനകത്താണെങ്കിൽ പോലും നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ദൂതിനൊന്ന് ആമേൻ പറയാൻ സാധിക്കുന്നുണ്ട്? എൻ്റെ തകർന്ന അവസ്ഥയ്ക്കകത്ത്, ഞാൻ തകർച്ചയുടെ അവസ്ഥയിലൂടെ കടന്നുപോയാലും എനിക്ക് വേണ്ടി ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ടെന്ന്, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം കുറുതായിട്ടില്ല. ഞാൻ ഏത് സാഹചര്യത്തിലും, ഏത് അവസ്ഥയിലും, ഏത് പ്രതികൂലത്തിനകത്തും, ഏത് ഹല്ലേലൂയ സമയത്ത് വിളിച്ചാലും, ഏത് ടൈമിൽ നീ വിളിച്ചാലും, നിനക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ, നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ ആ സാഹചര്യത്തിനകത്ത് നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ. ആമേൻ, ഹല്ലേലൂയ.
പാടി സ്തുതിച്ചപ്പോൾ ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങി. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ആരാധന നിന്റെ അകത്ത് വെളിപ്പെടുന്നെങ്കിൽ, അങ്ങനെയുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യം നീ തിരിച്ചറിയുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ നിനക്ക് വേണ്ടി കാരാഗ്രഹത്തിനകത്തും കരമിറങ്ങി വരൂ. ആരാധന ശക്തമാകട്ടെ, ആത്മാവിൽ കയറി വരട്ടെ, ആത്മാവിൽ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ഇന്നൊന്ന് തീരുമാനമെടുക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങാൻ തുടങ്ങും. പക്ഷെ ആരാധന ശക്തമാകണം. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളക്കി മറിയുന്ന തക്കതായ നിലയിലുള്ള ആരാധന അവർക്കകത്തു നിന്ന് വെളിപ്പെട്ട്, എവിടെയാ നോക്കിക്കുക, അവരുടെ സാഹചര്യം നാളെ എന്താകുമെന്നറിയത്തില്ല, നാളത്തെ അവസ്ഥ എന്താണെങ്കിലും അവർക്കത് പ്രശ്നമില്ല. അവരിയ്ക്കുന്ന ടൈമിലും ആ പ്രതികൂലത്തിനകത്തും അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങളെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. ആ കരം ഒരിക്കലും കുറുതായി പോകത്തില്ലെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, തകർച്ചയുടെ അവസ്ഥയിൽ ഇരുന്നാല് പാടി സ്തുതിക്കാൻ പറ്റുമോ? ആരാധിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നീ ആ കരം കാണാൻ ഇടയാകും. നഷ്ടങ്ങളിൽ ഇരിക്കുമ്പോഴും പാടി സ്തുതിക്കുവാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടങ്ങളിലാണെങ്കിലും ഹല്ലേലൂയ പാടി സ്തുതിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി ഒരു കരം ഇറങ്ങും. ഹല്ലേലൂയ. ആ ഒരു നിലയിലേക്ക് ദൈവം നിങ്ങളെ ഉയർത്തട്ടെ. ഹല്ലേലൂയ. ആ ഒരു നിലയിലേക്ക് ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ. ഈ 12-ാം മാസം രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായി പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം ചെവി മന്ദമായിട്ടില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആരും നിന്നെ കേട്ടില്ലെങ്കിലും, ആരും നിന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും നിന്റെ പ്രാർത്ഥന നന്നായി അറിയുന്ന ഒരു ദൈവം, നന്നായി മനസ്സിലാക്കുന്ന ഒരു ദൈവം, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന് വേണ്ടി തക്ക സമയത്ത് അവൻ നിന്നെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈ കീഴിൽ ഒന്ന് താണിരിപ്പിൻ. ഒന്ന് താണിരിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്കൊരു തക്ക സമയമുണ്ട്. നിനക്ക് വേണ്ടി